വരുന്നത് കോഴിക്കോട് മുക്കത്ത് നിന്നാണ്. വാക്ക് തർക്കത്തിനിടെ യുവാവിനെ കാറിടിച്ച് തെറിപ്പിക്കാൻ ശ്രമം. ബോണറ്റിൽ പിടിച്ചിരുന്നതിനാൽ യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നിർത്താതെ പോയ കാർ മുക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈങ്ങാപ്പുഴ സ്വദേശി ഷാമിലാണ് കാർ ഓടിച്ചത്. CCTV ദൃശ്യങ്ങൾ 24ന് ലഭിച്ചു. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, തിരക്കുള്ളൊരു റോഡിലായിരുന്നോ ഇതെല്ലാം നടന്നത്? ഇതിൽ ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തോ പോലീസ്? തീർച്ചയായും അനുജ, മുക്കത്ത് തിരക്കുള്ളൊരു റോഡിൽ വെച്ച് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഒരു യു ടേൺ എടുക്കുന്നതിനിടെ കാറും ബൈക്കും തമ്മിൽ ചെറുതായി ഉരസിയിരുന്നു. പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ബൈക്ക് യാത്രക്കാരൻ കാർ യാത്രക്കാരനോട് സംഭവം എന്താണ് എന്നുള്ള കാര്യം ചോദിക്കാൻ ശ്രമിച്ചു. ബൈക്കിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് കാറുകാരനോട് ഇക്കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നതിനിടെ കാർ മുന്നോട്ടെടുക്കുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരൻ ഈ യുവാവ് ഈ കാറിന്റെ ബോണറ്റിൽ പിടിച്ചു കിടന്നതിനാൽ മാത്രമാണ് രക്ഷപ്പെട്ടത്. അല്പസമയം, ഏതാണ്ട് മീറ്ററുകളോളം ദൂരത്തിൽ ഈ കാർ മുന്നോട്ട് പോകുന്നതും ഈ കാറിന്റെ ബോണറ്റിന് മുകളിൽ പിടിച്ച് ഈ യുവാവ് നിൽക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ബൈക്ക് യാത്രക്കാരൻ പറയുന്നതനുസരിച്ച് ഈ തർക്കത്തിനിടെ ഈ കാറിലുണ്ടായിരുന്ന രണ്ടുപേർ തന്നെ മർദ്ദിച്ചു എന്നും ബൈക്ക് യാത്രക്കാരനായ യുവാവ് പറയുന്നുണ്ട്. കാരശ്ശേരി സ്വദേശിയായ ഇബ്നു ഫിൻഷാദ്, അങ്ങനെയാണ് ഈ ബൈക്ക് യാത്രക്കാരന്റെ പേര്. ഒപ്പം തന്നെ ഈങ്ങാപ്പുഴ സ്വദേശി ഷാമിലാണ് കാർ ഓടിച്ചത്. ഈ സംഭവത്തിന് ശേഷം കാർ നിർത്താതെ പോയിരുന്നു. മുക്കം പോലീസാണ് പിന്നീട് ഈ കാർ പിന്തുടർന്ന് പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ കാർ ഓടിച്ചിരുന്നയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഷാമിലിനൊപ്പം ജംഷീർ എന്ന ഒരാളും കൂടി ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ചേർന്ന് തന്നെ മർദ്ദിച്ചു എന്നാണ് നിലവിൽ ഈ പരിക്കേറ്റ ഇബ്നു ഫിൻഷാദ് പറയുന്നത്. ഏതായാലും നിലവിൽ CCTV ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കറിയാം അല്പം അഭിജിത്ത് മുഴക്കുന്നാണ് വിവരം.